മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. യു പ്രതിഭ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പ്രസിഡന്റിന് സക്സസ്ഫുൾ ആവണമെങ്കിൽ അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എല്ലാം മികച്ചതായിരിക്കണം. ഒപ്പം അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കണം. വൈസ് പ്രസിഡന്റ് സഹായങ്ങൾ ഉണ്ടാവണം. ഈ രൂപത്തിൽ പിന്നെ ഞങ്ങൾ എന്തെല്ലാം കിടന്ന് ജോലി ചെയ്താലും ഉദ്യോഗസ്ഥരുടെ സഹായം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഒരു ഉണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് ഓഡിറ്റ് പേടിയാണ്. ഓഡിറ്റ് അവർക്ക് മുന്നിൽ ഇങ്ങനെ ഒരു വാൾ പോലെ ഉണ്ട് എന്നുള്ളതാണ് തലയ്ക്ക് മുകളിൽ. എന്നാൽ ഓഡിറ്റ് ഞാൻ ഓഡിറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു. കാരണം അച്ഛനമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കൂൾ തുറക്കുമ്പോൾ 5000 രൂപ കൊടുക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എനിക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാഷി അധ്യക്ഷത വഹിച്ചു. ഏറ്റവും അർഹതപ്പെട്ടവരെ അതാത് വാർഡിലെ ഡിവിഷൻ മെമ്പർമാർ സെലക്ട് ചെയ്തുകൊണ്ടാണ് 14 ചക്രങ്ങളിലൂടെ കൊടുക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഒരൊറ്റ അപേക്ഷയുള്ളൂ. അതായത് ഇതിന്റെ സൈഡ് വീൽ ഇളക്കി മാറ്റി വെച്ചിട്ട് 2 വീലർ പോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞങ്ങളുടെ ഈ പദ്ധതിക്ക് ഒരു മഹത്വമില്ലാതെ വരും. കാരണം 2 വീലർ ഓടിക്കാൻ കഴിയാത്ത ഒരാൾക്കാണ് ഒരു ബാഗ് സപ്പോർട്ട് 2 വർഷവും നന്നായിട്ടൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവർ അറിയാതെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ഉപകരണം നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ സൂക്ഷിക്കണം. ദിവസവും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അതിനെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുവാൻ. അങ്ങനെയാകുമ്പോൾ അത് വേഗമൊന്നും നാശപ്പെട്ടു പോകില്ല. തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്തിന് ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ കൂടുതൽ ശക്തി നൽകട്ടെ. കൂടുതൽ ഇനി വരുന്ന ഇപ്പം ഞങ്ങൾക്ക് ഒരു 5-6 മാസം കൂടി ഉള്ളൂ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാം. കോവിഡ് മഹാമാരി നമ്മളൊക്കെ ഉണ്ടാകുമോ എന്ന് പോലും ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഭരണസമിതി അധികാരത്തിൽ. ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും കൂടി സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന തരത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള ലഹരിക്കെതിരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടി, ബോധവൽക്കരണ പരിപാടികളടക്കം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം സംയുക്തമായിട്ടും ഒറ്റയ്ക്കും ഒക്കെ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. ശുചിത്വവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിപാടി കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീത ശ്രീജി, M. ജനിഷ, മണി വിശ്വനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സുഭാഷ്, ശ്രീജി പ്രകാശ്, സുനിൽ കൊപ്പാറത്ത്, ഒച്ചറ ചന്ദ്രൻ, S. സജിത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി P. ശ്രീദേവി എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, മുതുകുളം.